ഈ ഗവൺമെൻറ് ഏറ്റവും ആദ്യത്തെ വി ഡി സതീശൻ്റെ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ബജറ്റിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരു ബഡ്ജറ്റാണ് എന്നുള്ളത് ഞാൻ ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അതിൽ ആ ബഡ്ജറ്റ് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ അതിൽ അണ്ടർ കറണ്ട് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടികളായി നിരവധി സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഏതെങ്കിലും പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി അങ്ങോട്ട് പുരോഗമിപ്പിക്കാം. വെറുതെ കളയൊക്കെ പിടിച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന പ്രദേശമല്ല, ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകെ അന്തസ്സത്ത ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി കിട്ടുന്ന ചില്ലറയും കമ്മീഷൻ മേടിച്ച് പോക്കറ്റ് ഇടാം എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സാമാന്യ ബോധമുള്ള ആർക്കും തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ കടമുണ്ടെന്നും അതൊരു 78,000 കോടി രൂപയോളം കടമുണ്ടെന്നും, 38ആണെന്ന് ആദ്യം പറഞ്ഞിരുന്നു, പിന്നെ 78ആണെന്ന് പറയുന്നു, 78,000 കോടി രൂപയുടെ കടമുണ്ടെന്നും അതിൽ കുറേ എണ്ണമൊക്കെ തന്നെ വിറ്റ് കളയേണ്ടതാണ് എന്നുമൊക്കെ പറഞ്ഞിരുന്നു. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതും വലിയ കടമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നമുക്കെല്ലാം അറിയുന്നത് പോലെ തമ്പാനൂരും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെ ഇരിക്കുന്ന KSRTC അത് നഷ്ടത്തിലാണെങ്കിൽ പോലും അതിൻ്റെ സ്ഥലവില ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതും ഇതുപോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി സ്വകാര്യവൽക്കരിക്കാനുള്ള സാധ്യതകൾ തേടുന്നു ഗവൺമെൻറ് എന്നുള്ളത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശൻ ഗവൺമെൻറ് എടുത്തിരിക്കുന്നു. ആ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഞ്ചിക്കോടുള്ള വിൻഡ് ഫാം ഉണ്ട്. ആ വിൻഡ് ഫാം എന്ന് പറയുന്നത് ആദ്യത്തെ കാറ്റാടിപ്പാടമുണ്ട്. അത് സംസ്ഥാനത്തെ 1995 പാലക്കാട് ആദ്യമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കാറ്റാടിപ്പാടമാണ്. 38 ഏക്കർ അവിടെ സ്ഥലം. അവിടെ 225 കിലോ വാട്ടിൻ്റെ 9 കാറ്റാടികളാണ് KSEB നേരിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ 25 കൊല്ലം പിന്നിട്ടപ്പോൾ കാറ്റാടികളുടെയും ജനറേറ്ററുകളുടെയും ഒക്കെ കാലാവധികൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ കാലാവധി നിലവിൽ അതൊരു 5 മെഗാവാട്ട് വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 6 കൊല്ലമായിട്ട് പക്ഷേ KSEB അത് പ്രോപ്പർലി നടത്തുന്നില്ല. ആ നടത്താത്ത കാറ്റാടിപ്പാടങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അദാനി പവറിന് വിട്ടുകൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ കാറ്റാടിപ്പാടമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് കഞ്ചിക്കോടുള്ള വിൻഡ് ഫാം. ഇത് വാളയാർ കഞ്ചിക്കോട് മേഖലയിലാണിത് വർക്ക് ചെയ്യുന്നത്, ആ വഴിയിലാണ്. പിന്നെ അടുത്തൊരു കാറ്റാടി ഫാം നമുക്കുള്ളത് അത് രാമക്കൽമേട് വിൻഡ് ഫാമാണ്, ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. അത് വളരെ പ്രകൃതിസുന്ദരമായ സ്ഥലം കൂടിയാണ്, പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ അഗളി അട്ടപ്പാടിയിലും ഇതുപോലെ തന്നെ ഒരു വിൻഡ് ഫാം കൂടിയുണ്ട്. പിന്നെ കിൻഫ്രയുടെ വിൻഡ് ഫാം ഉണ്ട്. ഇത്തരത്തിൽ അത് കിൻഫ്രയുടെ വിൻഡ് ഫാം മാത്രം പ്രൈവറ്റ് പ്ലെയറാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ബാക്കിയുള്ളതെല്ലാം തന്നെ KSEB നേരിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ കാറ്റാടിപ്പാടങ്ങളൊക്കെ തന്നെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ 29 മാർച്ച് 2021 കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ ആയിട്ടുള്ള രൺദീപ് സുർജേവാല അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പല അധിക്ഷേപങ്ങളുമൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ അത് മറന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ പറയുന്ന കേരളത്തിലേക്ക് വലിയ തോതിലുള്ള രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞത് മറ്റൊരു ഡീലുമായി ബന്ധപ്പെട്ടാണ്. അതിലേക്ക് അവരെ വലിയ അധിക്ഷേപങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതൊക്കെ തന്നെ അവരൊക്കെ തന്നെ മറന്നിരിക്കുന്നു. ഇപ്പം എന്താണെങ്കിലും ശരി, ഇത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ആ സ്വകാര്യ സംരംഭത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇനി 2021 നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അന്ന് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ചില കോൺട്രാക്റ്റുകളൊക്കെ ഒപ്പിടാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അത് മറ്റൊരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അദാനിയുടെ പക്കൽ നിന്നും 6.88 രൂപക്ക് പവർ മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അത് 25 കൊല്ലത്തേക്കുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. ആ പ്രൊജക്റ്റ് 8,850 കോടി രൂപയുടെ ആയിരുന്നു. അപ്പോൾ അദാനിക്ക് 1,000 കോടി രൂപയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് 1 രൂപയെങ്കിലും ഈ കസ്റ്റമർക്ക് നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന പ്രൊജക്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ അന്ന് ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാരൊക്കെ തന്നെ പല അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം അത് വിഴുങ്ങിക്കൊണ്ട് ഇപ്പോൾ അദാനിക്ക് വേണ്ടി ഈ കാറ്റാടിപ്പാടങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഇനി ഇതിനേക്കാൾ വലിയൊരു കളവ് എനിക്ക് വേറെ പറയാനുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് എന്ന് പറയുന്നത് കേരളത്തിലെ 1.64 കോടി വൈദ്യുതി ഉപഭോക്താക്കളാണ് നമുക്കുള്ളത്. ആ ഉപഭോക്താക്കളുടെ മീറ്ററുകൾ ഒരു പരിഷ്കരണം നടത്തിയിരുന്നു ഡിജിറ്റൽ മീറ്റർ ആക്കാൻ വേണ്ടി. ആ ഡിജിറ്റൽ മീറ്റർ ആക്കാൻ വേണ്ടി പരിഷ്കരണം നടത്തിയപ്പോൾ 3 ലക്ഷം ഡിജിറ്റൽ മീറ്ററുകൾ KSEB തന്നെ മാറ്റിവെച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ മാറ്റിവെച്ചത് കൊണ്ടിട്ട് KSEBക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് അത് ആ പരിപാടിയിൽ നിന്ന് തന്നെ കിട്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ കിട്ടിയാൽ പിന്നെ KSEB തന്നെ തുടരേണ്ടതല്ലേ എന്നുള്ളത് നിങ്ങൾ ചോദിക്കും. അങ്ങനെ തുടരാൻ പാടില്ല. കാരണം അങ്ങനെ നമ്മൾ മാത്രം പണമുണ്ടാക്കിയാൽ പോരാ. വിശാല ഹൃദയരാണ് KSEBക്കാരും. അവരുടനെ തന്നെ 50 ലക്ഷം രൂപയുടെ മീറ്ററുകൾ ഡിജിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട്
ഈ പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് മറ്റ് കമ്പനികളിൽ നിന്നൊക്കെ തന്നെ അവർ ടെൻഡർ ക്ഷണിച്ചിരുന്നു. ആ ടെൻഡർ ക്ഷണിച്ചത് ജാനുവരി 17 ഈ ടെൻഡർ ക്ഷണിക്കുന്നത്. ആ ജാനുവരിയിൽ ഈ ടെൻഡർ ക്ഷണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഗവൺമെൻറ്റുകളൊക്കെ തന്നെ തിരക്കിലാവുകയും ഇലക്ഷൻ കമ്മീഷൻ അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർ അവർ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ളൊരു ടെൻഡർ ക്ഷണിച്ചിരുന്നു. ആ ടെൻഡറിൽ 34ഓളം വരുന്ന കമ്പനികൾ പങ്കെടുത്തു. ആ കമ്പനികൾ പങ്കെടുത്തതിൽ നിന്നും 50 ലക്ഷം മീറ്ററുകൾ ഡിജിറ്റലാക്കാനായിട്ടുള്ള കരാറാണ് നിങ്ങൾ ആലോചിക്കണം. അതിൽ നിന്ന് 11 കമ്പനികളെ ഒടുവിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു ടെക്നിക്കൽ ഈ പറയുന്ന പോലെ ബിഡ്ഡിംഗ് കഴിഞ്ഞിരിക്കുന്നു. ആ ടെക്നിക്കൽ ബിഡ്ഡിംഗ് കഴിഞ്ഞതിന് ശേഷം ഇനി ഫിനാൻഷ്യൽ ബിഡ്ഡിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. ടെക്നിക്കൽ ബിഡ്ഡിംഗ് കഴിഞ്ഞതെന്ന് പറയുന്നത് ജൂൺ 17 ഗവൺമെൻറ് അധികാരം ഏറ്റെടുക്കുന്നു, ജൂൺ 18 അധികാരം ഏറ്റെടുക്കുന്നു, ജൂൺ 19 ഈ ടെക്നിക്കൽ ബിഡ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അധികാരം ഏറ്റെടുക്കാനുള്ള ഒരു ഗവൺമെൻറ്റിനോടോ അതിലെ അധികാരികളോടൊക്കെ ആലോചിക്കാതെ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുമോ എന്നുള്ളത് തന്നെ നമുക്ക് സംശയമാണ്. പക്ഷേ അതവർ ചെയ്തിരിക്കുന്നു. അങ്ങനെ 11 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഫിനാൻസ് സെക്രട്ടറി ഇത് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിടിച്ചു വെക്കുകയും പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടാകട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് 3 ലക്ഷം മീറ്ററുകൾ KSEB തന്നെ മാറ്റിവെച്ചിരുന്നു. ഈ 50 ലക്ഷം മീറ്ററുകൾ മാറ്റിവെക്കാനുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 3400 കോടി രൂപയുടേതാണ്. അതായത് കേരളത്തിലെ വലിയൊരു പ്രൊജക്റ്റാണ്, 3400 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓണാക്കിയിരിക്കുന്നു. മിക്കവാറും അതും അദാനിക്ക് തന്നെ കിട്ടാനാണ് സാധ്യത. കാരണം ആ കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കമ്പനി അദാനിയുടേതാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. അപ്പോൾ ഇതുമായിട്ടൊക്കെ തന്നെ നിങ്ങൾ ചേർത്ത് വായിച്ചുകൊണ്ട് വേണം വേറൊരു കാര്യം കൂടി നിങ്ങൾ നോക്കാൻ. ആ കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ മെയ് 1 അതായത് ഈ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് മെയ് 1 തന്നെ സാഫ്രോൺ സ്റ്റോക്സ് ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മെയ് 4 റിസൾട്ട് വന്നത്. ആ മെയ് 1 തന്നെ സാഫ്രോൺ സ്റ്റോക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ചാർട്ടേഡ് വിമാനം PMO എന്ന് പറയുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റ് വാടകയ്ക്കെടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന മുഖ്യമന്ത്രി ആയിട്ടില്ലാത്ത പക്ഷേ മുഖ്യമന്ത്രി ആകുമെന്ന് കരുതപ്പെട്ടിരുന്ന VD സതീശൻ നേരെ തന്നെ മംഗലാപുരത്തേക്ക് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് മൂകാംബിക ദർശനം നടത്തുന്നതിന് വേണ്ടിയാണ് പോയതെന്നാണ്. പോയിട്ട് അദ്ദേഹം രാവിലെ 8:30 അവിടെ എത്തിയത്. ആ 8:30 എത്തിയതിന് ശേഷം അദ്ദേഹം വൈകുന്നേരം 5:30 വീണ്ടും തിരിച്ചിങ്ങോട്ട് പോന്നു. മണിക്കൂറിന് ഒരു 1.5 ലക്ഷം രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെ മണിക്കൂറിന് ചിലവ് വരുന്നതാണ് അവരുടെ ഫ്ലൈറ്റുകളെല്ലാം തന്നെ. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 25-30 ലക്ഷം രൂപ ആ ചാർട്ടേഡ് ഫ്ലൈറ്റിന് മുടക്കിക്കൊണ്ട് എന്തിന് മംഗലാപുരം വരെ VD സതീശൻ പോയി എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉത്തരം വേണ്ട, അവരൊന്നും ചോദിക്കുന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ പോയിട്ട് കണ്ടത് എന്ന് പറയുന്നത് BM ഫാറൂഖ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു BJP പിന്തുണയിൽ MNC ആയിട്ടുള്ള BM ഫാറൂഖിനെ കണ്ടു. കൂടാതെ JDSലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള മൊഹിയുദ്ദീനെ കണ്ടു. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ അന്ന് VD സതീശനോടൊപ്പം സഞ്ചരിച്ചവരിൽ ഒരാളെന്ന് പറയുന്നത് K രജികുമാറാണ്. അദ്ദേഹത്തെ SIT ചോദ്യം ചെയ്തതാണ് ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. ഇതിനേക്കാളൊക്കെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് കിഷോർ ആലുവ എന്ന് പറയുന്ന ആളാണ്. കിഷോർ ആലുവ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, പ്രസിഡൻ്റാണ്. അദാനി ഗ്രൂപ്പ് കർണാടകയുടെ പ്രസിഡൻ്റാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് എന്നുള്ളത് മറന്നുപോയത്. അദ്ദേഹത്തെയാണ് കണ്ടത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തമാശ ഇദ്ദേഹത്തെയൊക്കെ കാണാൻ എന്തിനാണ് തയ്യാറായത് എന്നുള്ളത് ഈ ഫറൂഖിനോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ ഫറൂഖ് അന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളൊക്കെ സുഹൃത്തുക്കളല്ല, അതുകൊണ്ട് വെറുതെ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് കണ്ടതാണ്. അന്ന് VD സതീശന് വേണ്ടി വിരുന്നൊരുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കിഷോർ ആലുവ വിളിച്ചപ്പോൾ അദ്ദേഹം എന്തുണ്ട്, ഞാനിവിടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ സതീശൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അദാനി ഗ്രൂപ്പിൻ്റെ കർണാടകയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതുപോലെ തന്നെ പ്രസിഡൻറ്റുമായിട്ടുള്ള ഒരാൾ വഴിയിൽ കലിങ്കിൽ വർത്തമാനം പറഞ്ഞേക്കുമ്പോൾ നമ്മളൊക്കെ സാധാരണ പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്ന പോലെ എൻ്റെ വീട്ടിലേക്ക് ഇവൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വന്ന് കയറാനുള്ള ഒരാളാണോ ഇയാളെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു കാരണവശാലും മുൻകൂട്ടി തീരുമാനിക്കാതെ അത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് നടക്കാനുള്ള സാധ്യതകളില്ല. അല്ലാതെ നേരെ ഈ പറയുന്ന പോലെ കിഷോർ ആലുവ അവിടെ വഴിയിലേക്ക് ഉണ്ട്, അപ്പോൾ ഓക്കെ സതീശൻ വന്നിട്ടുണ്ടെന്ന് ഒന്ന് കയറിയിട്ട് പോകാം എന്ന് പറഞ്ഞ് കയറിയിട്ട് പോയതാണ് എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ഇന്ന് വരെ 25-30 ലക്ഷം രൂപ മുടക്കി കേരളത്തിൽ നിന്ന് ഒരു നേതാവും ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇന്നുവരെ ഒരു മംഗലാപുരം യാത്ര നടത്തിയതായിട്ട് നമുക്കറിയില്ല. പോട്ടെ, കേന്ദ്രമന്ത്രിമാർ നടത്തിയതായിട്ട് അറിവില്ല. ഏറ്റവും ഒടുവിൽ നിങ്ങൾ അറിയേണ്ടത് അങ്ങനെയൊക്കെ നടത്താൻ കഴിയുന്നത് അദാനിക്കോ അംബാനിക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കോ വലിയ വ്യവസായ പ്രമുഖർ മാത്രമാണ്. അവരുടെ സമയത്തിന് അത്രയും വിലയുള്ളതുകൊണ്ട് നടത്തുന്നത്. പക്ഷെ അതേപോലെ നടത്തിയിട്ടുള്ള ഏക മുഖ്യ അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷ നേതാവാണ്
അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമാണ് വി ഡി സതീശൻ. പക്ഷേ ഈ ചോദ്യം പോലും മാധ്യമങ്ങൾ ചോദിക്കാൻ പോലും ഭയക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചാൽ ഏതാണ്ട് ഉത്തരം കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 3400 കോടി രൂപ കൂടാതെ നിങ്ങളറിയേണ്ടത് കാറ്റാടിപ്പാടങ്ങൾ ഇങ്ങനെ പലതും കേരളത്തിന് യഥാർത്ഥത്തിൽ കരാറായി അദാനിക്ക് കൊടുത്തിരിക്കുന്നു. അദാനി അതൊക്കെ വളരെ മിടുക്കോടുകൂടി നടപ്പാക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ചില ഡോട്ടുകൾ പൂരിപ്പിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഉത്തരം കിട്ടും.